പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവം ധൈര്യപ്പെടുത്തതിനെ കുറിച്ചാണ്. ഒറ്റയ്ക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിൽക്കും, ആ സമയങ്ങളിൽ നമ്മളെ ദൈവം ധൈര്യപ്പെടുത്തും. അതിന് നിദാനമായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണെന്നാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. നോക്കിയേ, ഏലിയാവ് പ്രാർത്ഥിച്ചത് നേരെ എങ്ങോട്ടാണ് വരുന്നത്? ആഹാബ് രാജാവിൻ്റെ മുമ്പിലോട്ടാണ് വരുന്നത്. ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്തോ അവൻ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ. നോക്കണം, എൻ്റെ ദൈവം പറഞ്ഞിട്ടല്ല എന്നല്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ബാലിൻ്റെ സ്വാധീന നിമിത്തം ആ ദേശം മുഴുവനും മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് കൊടുങ്കാറ്റ് പോലെ ഈ ദൈവമനുഷ്യൻ ഒറ്റയ്ക്ക് കയറി രാജധാനിയിലോട്ട് കയറി വരുന്നത്. ആ മനുഷ്യൻ്റെ ധൈര്യം ഒന്ന് നോക്കിയേ. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ അവൻ ഒറ്റയ്ക്ക് രാജധാനിക്കകത്തേക്ക് കയറി വരുന്നതെന്ന് അറിയാമോ? തൻ്റെ ദൈവം തന്നോടൊപ്പം ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. യെസ്, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, എനിക്ക് നിങ്ങൾക്കും ആ ബോധ്യമുണ്ടോ? എനിക്ക് നിങ്ങൾക്കും ആ ഒരു ഉറപ്പുണ്ടോ? അദൃശ്യനായ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ, ആമേൻ, സൈന്യത്തിൻ്റെ കാവൽ ഉണ്ട്. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിച്ച ദൂതുകൾ വളച്ചു കെട്ടില്ലാതെ, ഭയമില്ലാതെ, പേടിയില്ലാതെ ആരുടെയും മുമ്പിൽ തല ഉയർത്തി പിടിച്ച് പറയാനായിട്ട് കഴിയും. ഏലിയാവിന് അതിന് കഴിഞ്ഞു. കാരണം അവൻ പറഞ്ഞത് ദൈവശബ്ദമാണ്. ആഹാബിനോട് ഒരു വാക്കും പറയാൻ പറ്റിയില്ല. ആഹാബിനോട് പറയാൻ പറ്റത്തില്ല. പറഞ്ഞത് ദൈവമാണെന്ന് അവന് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആമേൻ, ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിലെങ്ങാണ് ഏലിയാവിന് വല്ലതും സംഭവിച്ചത്? എന്തോ സംഭവിച്ചേനെ? മഴ പെയ്യുമോ? ആമേൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവനൊന്നും വരാതെ വണ്ണം കെരീത്തിൻ്റെ മറവിൽ അവനെ മറയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞ ദൈവശബ്ദത്തിലേക്ക് വരട്ടെ. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ ഒറ്റയ്ക്ക് നിർത്തുന്നത് പ്രാർത്ഥനാ മുറിയിൽ ചില ദൈവശബ്ദം കേൾക്കാനും, ആ ദൈവശബ്ദത്തോടൊപ്പം ചലിക്കുന്ന ആ ധൈര്യത്തിനകത്ത്, ആ ദൈവിക അന്തരീക്ഷത്തിനകത്ത് ചില ആഹാബുമാരുടെ മുമ്പിൽ ചെന്ന് ധൈര്യത്തോടെ ചില വാക്കുകൾ പറയാനും വേണ്ടിയാണ്. ഈ തലമുറയുടെ ഏലിയാവാ ഞാനും നിങ്ങളും. ആമേ, എന്നെ നിങ്ങളെ ദൈവം അങ്ങനെ നിർത്താനിടയായിത്തീരും. ഇതുവരെ പോയിട്ടില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് കരുത്ത് പകരാൻ പോവുക. ധൈര്യത്തോടെ ആഹാബിന് മുമ്പിൽ പറയുന്ന ഏലിയാവിനെ നിങ്ങളത് കണ്ടേ. അവനറിയാം ആ ആഹാബിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. ആ ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ ദൈവമക്കളെ? എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. ആമേ, ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം ഏൽപ്പിച്ച ദൈവവേല വിശ്വസ്തയോടെ ഞാൻ ചെയ്യും. നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്ന് ദൈവസനെ പറയുവാൻ ദൈവം എന്നെക്കുറിച്ച് പറയുന്ന കേൾക്കാനിടയാകും. അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും അധൈര്യപ്പെടാതെ ധൈര്യത്തോടുകൂടെ നിൽക്കാനായിട്ട് നമുക്ക് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകനെ നിങ്ങളൊന്ന് നോക്കിയേ. യോഹന്നാൻ സ്നാപകൻ ഹാലലി ഹേരോദാവിനോട് അവിടെ പറയുന്ന പദം അവനെ തല പോകുന്ന വിഷയമാണ്. പക്ഷെ ധൈര്യത്തോടെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം അവനോട് പറഞ്ഞത് കൊണ്ടാണ്. പ്രവാചകൻ, പ്രവചനദൂത് കേൾക്കുന്നവർ അതെങ്ങനെ എടുക്കുമെന്നുള്ളതല്ല നോക്കുന്നത്, ദൈവം ഏൽപ്പിച്ചത് പറയുക എന്നുള്ളതാണ്. ജീസസ്, അതിൻ്റെ പിന്നിൽ എന്ത് പ്രത്യാഘാതങ്ങൾ വന്നാലും ഉത്തരവാദിത്വം ദൈവത്തിനാണെന്നുള്ളതാണ് പ്രവാചക ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഏലിയാവിനെ പ്രേരിപ്പിച്ച ഘടകം ഹല്ലേലൂയ അവൻ്റെ പ്രാർത്ഥനയാണ്. അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്താൽ പ്രാപിച്ച ധൈര്യമാണ്. യെസ്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങൾക്കൊരു ധൈര്യം തരും കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ആ വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കലങ്ങിപ്പോകുവാൻ, കുലുങ്ങിപ്പോകുവാൻ, നിങ്ങൾ തകർന്നു പോകുവാൻ പിശാച് അയച്ചുവിട്ട സകല ഇരുട്ടിൻ്റെ ശക്തികളെയും കെടുത്തിക്കളയുന്ന ഒരഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേയൊരു സാന്നിധ്യം വന്ന് നിങ്ങളുടെ മനസ്സിനെ പൊതിയും, ഹൃദയത്തെ പൊതിയും, ശരീരത്തെ പൊതിയും. എന്നിട്ട് ധൈര്യത്തോടെ ചുവട് വെക്കാനുള്ള ആഹ്വാനം നൽകി തരും. ഉറപ്പാ, ഒരു സംശയമില്ലെന്നേ. ദൈവം അത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആ കർത്തൃകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന ധൈര്യത്തിനായിട്ട് സ്തോത്രം. ഡിഫെൻഡ് ചെയ്യുന്ന പ്രെയർ ലൈഫ് അഗ്രസീവ് ആകുന്ന പ്രാർത്ഥനാ ലൈഫിലേക്ക് മാറുവാൻ
സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കരുത്തും ബലവും തരണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങനെ ഒരു ധൈര്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ചിലതിനു മുമ്പിൽ ചിലത് പറയാൻ കഴിയാതെ വണ്ണം ആമേൻ ആമേൻ റൈറ്റായിട്ടുള്ള നീതിയായിട്ടുള്ള ചില കാര്യങ്ങൾ ആമേൻ പറയാൻ കഴിയാതെ മൗനമായിട്ട് തലകുനിച്ച് പോകുന്ന ഇടങ്ങളിൽ ഭയങ്കരമായ ധൈര്യം ദൈവം കൊടുത്തു. ആഹാബിൻ്റെ മുമ്പിൽ ഏലിയാവിനെ നിർത്തിയതുപോലെ നിന്റെ കുഞ്ഞുങ്ങളെ നിർത്തുവാൻ ഞങ്ങളുടെ ദാസൻ എന്ന നിലയിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ കരം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ ഒരു വലിയ ധൈര്യം നിങ്ങളുടെ മേൽ വ്യാപരിച്ചിട്ടുണ്ട് കേട്ടോ. ചിലതിന് മുമ്പിൽ ആമേൻ ആമേൻ ഹാലിൽ ചില വാക്കുകൾ ധൈര്യത്തോടെ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.